SKN40 രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ 7ാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ലഹരിക്കടിമപ്പെട്ട 18കാരനെ പറ്റിയുള്ള 24ന്റെ റിപ്പോർട്ടിൽ വിമുക്തിയുടെ അടിയന്തര ഇടപെടലുണ്ടായി. സർവ്വസന്നാഹവും ഉപയോഗിച്ച് സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്ക് തടയുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട് പറഞ്ഞു. ജ്യോതിർഗമയ ബോധവത്കരണ പരിപാടിക്കായി പ്രശസ്ത സംഗീത സംവിധായകൻ ജെറി അമൽദേവ് ഈണം പകർന്ന അവതരണ ഗാനത്തോടെയായിരുന്നു ഈ ആഴ്ചയിലെ തുടക്കം. സംസ്ഥാനത്ത് ലഹരിവേട്ട ശക്തമാക്കിയതായി പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട് പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി എത്തിക്കുന്നവരെയും വിതരണം ചെയ്യുന്നവരെയും ഉപയോഗിക്കുന്നവരെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണെന്ന് റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞു. കിട്ടിയ പരാതികളിനെ വെച്ചിട്ടാണ് ഒരു കോഗ്നിസബിൾ ഒഫൻസിന്റെ സാഹചര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താണ്. അതിൻ്റെ കാര്യം നടക്കുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള ആ പരാതിയിലെ ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. ലഹരിക്കടിപ്പെട്ട 18കാരനെ പറ്റിയുള്ള 24 റിപ്പോർട്ടിനെ തുടർന്ന് വിമുക്തിയുടെ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ വിഘ്നേഷിന്റെ ഇടപെടലുണ്ടായി. വളരെ വേഗത്തിലായിരുന്നു തുടർ നടപടികൾ. ഇത് 24 ബോധവത്കരണ പരിപാടി ജ്യോതിർഗമയുടെ സാമൂഹ്യ പ്രസക്തി ഊട്ടിയുറപ്പിക്കുന്നതായി. സൈക്കോളജിക്കൽ കൗൺസിലറായ നീത ഫ്രാൻസിസ് ലഹരി ഉപയോഗിക്കുന്നവരുടെ പ്രശ്നങ്ങളും അവരെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന രീതികളെപ്പറ്റിയും സംസാരിച്ചു. കുട്ടിക്ക് 18 വയസ്സായി. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആകാനുള്ള ഒരു പ്രായത്തിലേക്കാണ് കുട്ടി എത്തിയിരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് തന്നെ സ്വയമായിട്ടും ഇതിൽ നോക്കാൻ പറ്റും. അങ്ങനത്തെ കൗൺസിലിംഗ് ആ രീതിയിൽ നമുക്ക് പേഴ്സണൽ ലെവലിലും ഈ കൗൺസിലിംഗ് കൊണ്ട് കുട്ടീനെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനും പറ്റും. ലഹരിയിൽ നിന്ന് മുക്തി നേടിയ ശേഷം ലഹരി വിരുദ്ധ പ്രചാരണത്തിനിറങ്ങിയവരും മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും സംഗീതം കൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുന്ന അദ്വൈത് എന്ന വിദ്യാർത്ഥിയും ഈ ആഴ്ച ജ്യോതിർഗമയുടെ ഭാഗമായി. ഓണാഘോഷങ്ങളുടെ ഭാഗമായി കോളേജുകളിൽ നടന്ന ലഹരിവിരുദ്ധ പരിപാടികളും എക്സൈസ് സംസ്ഥാനത്ത് നടത്തിയ റെയ്ഡുകളുടെ വിവരങ്ങളും ജ്യോതിർഗമയിൽ പങ്കുവയ്ക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.